എക്സ്ക്യൂസ് മീ, യെസ്, എവിടെയായി ചെറുമല? കുട്ടിക്കാനത്തിനടുത്തുള്ള സ്ഥലം തോന്നുന്നു. എനിക്കത്ര കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ നിന്ന് ഒരു 32 കിലോമീറ്റർ ഉണ്ടാവും. കുട്ടിക്കാനത്തിൽ പോകുന്ന വഴി 7-ാം മൈലിൽ ചെന്ന് തിരിഞ്ഞാൽ മതി. അവിടെയല്ലേ ഈ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ ഒരു സ്ഥാപനം ഉള്ളത്? ഏയ്, അങ്ങനെ സ്ഥാപനമായിട്ടൊന്നുമില്ല. ഒരു മഠമുണ്ട്. അവർ നാട്ടുകാർക്കൊക്കെ അത്യാവശ്യത്തിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. എന്താ, ചെറുമല ധ്യാനം വിടാൻ പോവാണോ? എങ്കിൽ നമുക്ക് ഒത്തുപോകാം. ഓ, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ വെങ്കടി പുറപ്പെടല്ലേ? സാർ, എന്റെ സാലറിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. നമുക്ക് ബാംഗ്ലൂരിൽ വെച്ച് കാണാം. സാർ, കാണുന്നത് ബാംഗ്ലൂരിലോ മൈസൂരിലോ സൗത്ത് ആഫ്രിക്കയിലോ എവിടെ വെച്ചോ ആകാം. അതല്ല പ്രശ്നം. ഇപ്പൊ പണം അനുഭവം നനച്ച് 3 പശുക്കളും ആത്തുകാരിയും കുറെ നാളായിട്ട് പാലക്കാട്ടിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കഴിയാണ്. അവരോട് ഞാൻ പുല്ല് തിന്ന് ജീവിച്ചോളാം കട്ടെഴുതട്ടെ. താനിത്ര ദരിദ്രവസ്ഥയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ തന്ന ചെലവിനുള്ള കാശില്ലേ, അതിൽ നിന്ന് 2000 രൂപ എടുത്ത് പാലക്കാട് അയക്കൂ. ബാക്കിയൊക്കെ ബാംഗ്ലൂർ ചെന്നിട്ട് സമയമില്ല, നമുക്ക് ഉടനെ പുറപ്പെടണം. താനിതുവരെ റെഡിയായില്ലേ? എടോ, 10:00 നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. എനിക്ക് ഇന്ന് ഇവിടുന്ന് പുറപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ന് തന്നെ ബാംഗ്ലൂരിലെത്തി സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയാലേ മറ്റന്നാൾ അവിടെ ജോലി തുടങ്ങാൻ പറ്റൂ. എനിക്ക് ഇവിടുന്ന് പുറപ്പെടാൻ പറ്റില്ല. താൻ എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ? കൃത്യസമയത്ത് നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ അവന്മാര് വേറെ കോപ്റ്റർ ഏർപ്പാട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബോംബെ വിളിച്ച് ചൗഹാനോ തിവാരിയോ ഫ്രീ ആണോ എന്ന് അന്വേഷിക്കും. ചുമ്മാ ഭ്രാന്ത് പറയല്ലേ ബോബി. ഈ ചൗഹാനും തിവാരിയും ഒക്കെ ഇവിടെ എപ്പോഴെത്താൻ? ഈ ലാസ്റ്റ് മിനിറ്റിലാണോ ഇതൊക്കെ പറയുന്നത്? ബോബി, എന്നെ ചതിക്കരുത്. എനിക്കിതല്ലാതെ വേറൊരു മാർഗമില്ല. എങ്കിൽ എന്റെ കോപ്റ്റർ മാർവാടി കൊണ്ടുപോയത് തന്നെ. ശമ്പളം കൂട്ടാനുള്ള അടവാണെങ്കിൽ അത് പറ. എത്ര വേണമെന്ന് പറയടോ. ദേവി ഇത് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ശമ്പളമൊന്നും അല്ല എന്റെ പ്രശ്നം. പിന്നെ എന്താണ് തന്റെ പ്രശ്നം? കൂടുതലൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കരുത്. പിന്നെ ആരോട് ചോദിക്കും? ബോബി, ഇതുപോലുള്ള പല സന്നിഗ്ധ ഘട്ടങ്ങളിലും താൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയാം. 6 മാസത്തേക്കുള്ള എല്ലാ കോൺട്രാക്റ്റുകളിലും ഒപ്പിട്ടത് ഞാൻ മാത്രമല്ല, താനും കൂടാ. താനത് വയലേറ്റ് ചെയ്താൽ എല്ലാ നഷ്ടവും താൻ തന്നെ വഹിക്കേണ്ടി വരും. മനസ്സിലായോ? ടെയിൽ റോട്ടർ ആരാ ചെക്ക് ചെയ്തത്? ഒരു അൺയൂഷ്വൽ വൈബ്രേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ ഫീൽ ഇറ്റ് ഓൺ മൈ പെഡൽ. താൻ വെങ്കടിയെ വിളിക്കാൻ നോക്ക്. സാർ, വെങ്കടി ഹിയർ. ഓവർ. ടേക്ക് ഓഫിന് മുമ്പ് താനാണോ ടെയിൽ റോട്ടർ ചെക്ക് ചെയ്തത്? എനി പ്രോബ്ലം സാർ? എന്താ വെങ്കടി സാറേ, എന്ത് പറ്റി? ടെയിൽ റോട്ടറിന് എന്തോ പ്രോബ്ലം ഉണ്ട്. യാത്ര തുടരാൻ പറ്റില്ല. റോബി, പേടിക്കണ്ട. Tail rotor vibration is very dangerous. Over. ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. ഇറങ്ങാൻ സ്ഥലമില്ല. ഒരു ലാൻഡിംഗ് പ്ലേസിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, എന്റെ സാധനമാർക്ക് ഒന്നും വരുന്നില്ല. Can you hear me? Venkadi speaking. Can you hear me?
നാശം. ലൈനും കട്ടായിട്ട്. Yes. We have found the place. Going for emergency landing. വെങ്കടി, we have landed safe. എന്താടോ ഹെലികോപ്റ്ററിന് പറ്റിയത്? നോക്കിയിട്ടേ പറയാൻ പറ്റൂ. കർത്താവേ, ഇനി എപ്പോഴാ ബാംഗ്ലൂരിൽ എത്തുന്നത്? ആദ്യം ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറ. ഇത് അന്ത്യനാളുകളുടെ കൊടുങ്കാറ്റ് അല്ലേച്ച? അല്ലടോ, ഇതൊരു ഹെലികോപ്റ്ററാ. ആണോ? ഏത് സ്ഥലമായത്? കണ്ടിട്ടേതോ പള്ളിയാണെന്ന് തോന്നുന്നു. വേണ്ട വേണ്ട ചാക്കോ, ഭേദമായതാണല്ലോ. ഹെലികോപ്റ്റർ കണ്ട് പേടിച്ചതായിരിക്കും. മോളെ, ചാക്കോയെ കൂട്ടിക്കൊണ്ട് വെഞ്ചരിച്ച വെള്ളം കൊടുക്കൂ. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫാദറിന്റെ വീടാണോ ഇത്? എന്താ നിങ്ങൾക്ക് കണ്ണുള്ളൂടെ? ഇത് വീടാണോ പള്ളിയാണോ അറിയാൻ? ഹെലികോപ്റ്റർ എടുക്കുന്നത് ഇവിടെ? സോറി ഫാദർ, ഞങ്ങൾ ബാംഗ്ലൂർക്ക് പറക്കുന്ന വഴി ഹെലികോപ്റ്റർ പെട്ടെന്ന് കേടായി. പെട്ടെന്നൊരു എമർജൻസി ലാൻഡിംഗ് ആവശ്യമായി വന്നു. സത്യത്തിൽ ഈ ദേവാലയത്തിന്റെ മുന്നിൽ ഇറക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടത്. എല്ലാം കർത്താവിന്റെ തീരുമാനമാണ് കുഞ്ഞെ. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച് ഒരു മെഴുകുതിരിയും കത്തിച്ചിട്ടേ പോകൂ. പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യണം. എന്ത് പരിഹാരം? അച്ഛൻ പറഞ്ഞില്ല എല്ലാം കർത്താവിന്റെ തീരുമാനമാണെന്ന്. ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതും കർത്താവിന്റെ തീരുമാനമായിരിക്കും. അരുത് കുഞ്ഞെ, കർത്താവിനെ നിന്ദിക്കരുത്. കർത്താവല്ലല്ലോ, നിങ്ങളല്ലേ ഇവിടെ ഹെലികോപ്റ്റർ ഇറക്കിയത്? ഞാനല്ല, ഇയാളാ. അച്ചോ, ഞങ്ങളുടെ ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സും ക്രൂസ് ഇവിടെ എത്തുന്നവരെ ഞങ്ങൾ ഇവിടെ തങ്ങാൻ അനുവദിക്കണം. സോറി, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്കാവില്ല. അതെടുക്കേണ്ടത് ഇവിടുത്തെ മദർ സുപ്പീരിയറാണ്. മദർ, ഈ പാലിന്റെ കണക്ക് നോക്കണ്ടേ? വാ കുഞ്ഞാപ്പി, പാടാ. What is all this, father? മദർ, ഇവരൊരു അപകടത്തിൽപ്പെട്ട് ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കിയതാ. അതെ മദർ. ഇവിടുത്തെ മൗനധ്യാനം മുടങ്ങി, രോഗശാന്തി ശുശ്രൂഷ മുടങ്ങി. പക്ഷേ 2 ജീവൻ രക്ഷപ്പെട്ടില്ലേ മദർ? അത് ഞങ്ങളുടെ ഭാഗ്യത്തെക്കാളേറെ ഈ പാവന ഭൂമിയുടെയും നിങ്ങളെപ്പോലുള്ള പരിശുദ്ധാത്മാക്കളുടെയും പുണ്യം കൊണ്ടാ. ലാസറിന് യേശുദേവൻ പുനർജന്മം കൊടുത്തതുപോലെ അല്ലേ ബോബി? അതെ. ഇവരുടെ ഗ്രൗണ്ട് എഞ്ചിനീയർ വന്ന് ഇത് നന്നാക്കാനുള്ള ഒരു സാവകാശം. അവരെത്തി അരമണിക്കൂറിനകം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പറക്കും. ഓക്കെ, ഫാദറിന്റെ മേടയിലെങ്ങാനും തൽക്കാലം ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ശരി മദർ. താങ്ക് യു മദർ. താങ്ക് യു മദർ. തീരെ വീതി കുറഞ്ഞ റോഡായിരുന്നു. അതുകൊണ്ട് സൈഡ് കൊടുക്കാൻ കുറച്ച് താമസിച്ചു. അതിനവര് വണ്ടി തടഞ്ഞു നിർത്തി എന്തെല്ലാം അസഭ്യങ്ങളാ പറഞ്ഞെന്നറിയോ? കന്യാസ്ത്രീകളാണെന്നുള്ള മര്യാദ പോലും കാണിച്ചില്ല. മദർ സിസ്റ്റർ ആഗ്നസിനോട് ചോദിച്ചു. വണ്ടി തടഞ്ഞിട്ടത് ഇവരാവില്ല, ഇവര് പൈലറ്റ്സ് അല്ലേ? അയ്യോ മദറെ, എന്റെ മുഖത്ത് നോക്കി 10 മിനിറ്റ് നേരം നിർത്താതെ തെറി വിളിച്ചതാ. അയാളെ പിന്നെ ഞാൻ എങ്ങനെ മറക്കും? എനിക്ക് ഉറപ്പുണ്ട് അത് അവര് തന്നെയാ. മനഃപൂർവ്വം കൊണ്ട് ഇറക്കിയതാവും. മദർ അവരെ സൂക്ഷിക്കണം. ഒരു അപകടത്തിൽപ്പെട്ട് വന്നവരല്ലേ, നമ്മളാൽ ആവുന്ന സഹായം ചെയ്തു കൊടുക്കുക. അതാ നമ്മുടെ കടമ. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി ശോഭിക്കുന്ന അവളെ ഒന്നും ആകുന്നേ. അല്ല, നമ്മ സാറുമാരൊക്കെ പറഞ്ഞൂടാ. സാർ, അയ്യോ ഒന്നും പറ്റിയില്ല സാർ. അയ്യോ സാറുമാരി, അപ്പൊ എന്റെ കഞ്ഞി പാറ്റ വീണില്ലല്ലേ? ഫാദർ, ഫാദർ, ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുക.
കുമ്പസാരിക്കാനാണോ? എങ്കിൽ കുമ്പസാര കൂട്ടിലേക്ക് എടുക്കുള്ളൂ. അല്ല, കുമ്പസാരം പോലെ തന്നെയാണ്, പക്ഷെ കൂടിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ പറഞ്ഞോ. ഫാദർ പറഞ്ഞത് സത്യമാണ്. എന്തോന്ന്? അല്ല, ഞാൻ ഈ പെരുവഴിയിൽ വെച്ച് പാവം കന്യാസ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണച്ചോ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കർത്താവിനെ സേവിക്കുന്ന ആ സിസ്റ്ററിന്റെ മനസ്സ് നൊന്ത് കാണും. തെറ്റാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാ കർത്താവ് ഒരു അപകടം ഉണ്ടാക്കി ഞങ്ങളെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇതൊരു നിമിത്തമാണച്ചോ. എനിക്ക് എന്റെ തെറ്റ് തിരുത്തണം. സ്വന്തം തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്നതാണ് കുഞ്ഞെ പാപമുക്തിക്ക് ഏറ്റവും വലിയ മാർഗം. അതെ, അതാണ്. അതുകൊണ്ട് എനിക്ക് ആ സാധു കന്യാസ്ത്രീയോട് മാപ്പി ചോദിക്കണം അച്ചോ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല, ഉണ്ടച്ചോ. എന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ. മാപ്പ് പറയാൻ എനിക്കൊരു അവസരം ഒരുക്കി തരണം. നോ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നല്ലേ അച്ചോ. പ്ലീസ്, സന്മനസ് കാണിക്കണം. കർത്താവാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. എനിക്ക് മാപ്പ് ചോദിച്ചേ പറ്റൂ. പ്ലീസ്. ശരി, ബോബി ഇവിടെ നിൽക്കൂ. ഞാൻ സിസ്റ്റർ സിൻഡ്രലെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. താങ്ക് യു ഫാദർ. ആ, സിസ്റ്ററെ ഞാൻ അന്വേഷിച്ചു വന്നതാ. എന്താ ഫാദർ? സിസ്റ്ററോട് എന്തോ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ ആ പൈലറ്റ് ഇല്ലേ ബോബി, അയാൾക്ക് സിസ്റ്ററെ കാണണമെന്ന്. എന്തിന്? മാപ്പ് പറയാൻ. അതൊന്നും വേണ്ട ഫാദർ. എന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കണ്ടേ? അയാൾക്ക് മാപ്പ് പറഞ്ഞേ മതിയാവും. അയാൾ ആളത്ര ശരിയല്ല. ഹേയ്, വെറുതെ തോന്നുന്നതാ. അയാളൊരു പാവമാണെന്നേ. പിന്നെ നിർബന്ധിക്കുമ്പോ നമ്മൾ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്നത്? സിസ്റ്റർ ഒന്ന് വാ, അയാൾ ആ ഫാമിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഞാൻ വരാം. അച്ഛൻ ചെല്ലു. ആ, അല്ല, അച്ഛമ്മണെങ്കിൽ പൊയ്ക്കോളൂ. തിരക്ക് കാണുമല്ലോ. സിസ്റ്റർ വരുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം. ഇല്ല, എനിക്ക് തിരക്കൊന്നുമില്ല. അല്ല, പ്രാർത്ഥനയ്ക്ക് സമയമായില്ലേ? സിസ്റ്ററും പ്രാർത്ഥനയ്ക്ക് കൂടാനുള്ളതാണല്ലോ. ഓ, പ്രശ്നം അതല്ല അച്ചോ. മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ എനിക്ക് മാപ്പ് പറയാൻ ഒരു ചമ്മൽ. സാരമില്ല, ഓരോ മാപ്പ് പറച്ചിലും ഓരോ ചമ്മലാണെന്ന് കരുതിക്കോളൂ. ആ, ദാ സിസ്റ്റർ വരുന്നുണ്ടല്ലോ. രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം തറപ്പിച്ചൊന്ന് നോക്കിയാൽ വെടിവെപ്പ് നടക്കുന്ന കാലമായത്. ശരിക്കു പറഞ്ഞാൽ ന്യൂനപക്ഷ ധ്വംസനമാണ് ഞാൻ നടത്തിയത്. എന്നിട്ടും സിസ്റ്റർ എന്നോട് ക്ഷമിച്ചു, പുറത്തു. അതിന് നന്ദിയുണ്ട്. എനിക്ക് മാപ്പ് തരണം. സിസ്റ്റർ ഒന്നും പറഞ്ഞില്ല. അല്ല, സിസ്റ്റർ ഒന്നും പറഞ്ഞില്ല. മാപ്പ് പറയാനല്ലേ വിളിച്ചത്? അത് ഞാൻ കേട്ടല്ലോ. എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ല. മാത്രവുമല്ല, എനിക്ക് വേറൊരു കാര്യം അറിയാനുണ്ട്. ഈ ലോകത്ത് ഒരാളെ പോലെ മറ്റേഴ് പേരുണ്ടാകുമെന്ന് സാധാരണ പറയാറുണ്ട്. ശരിയായിരിക്കാം. പക്ഷെ ഈ മുഖം അതേ മുഖമാണ്. ഈ വേഷം ഇടേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി എനിക്കറിയാൻ മേല. മറ്റാരും കാണാതെ സംസാരിക്കാനുള്ളൊരു അവസരം ഒരുക്കി തരണം. എന്തൊക്കെയാ ഫാദർ ഇയാളി പറയുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം? പറയൂ. ഇനി ഞാൻ സത്യം പറയാച്ചോ. സിസ്റ്ററിനെ കണ്ടപ്പോ ഇവരെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു തോന്നൽ. സിസ്റ്ററിന് മേഘ അറിയില്ലേ? മേഘയോ? അതെ, മേഘ മാത്യു. എനിക്കൊരാളെ അറിയില്ല. ഏതോ മേഘാമാത്യുവിനെ പറ്റി ചോദിക്കാനാണോ താൻ ഈ വെപ്രാളമൊക്കെ കാണിച്ചത്? ഈ സിസ്റ്റർ ഉണ്ടല്ലോ, ഞങ്ങളുടെ വലിയ തിരുമേനിയുടെ പെങ്ങളുടെ മകളാ. എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്നറിയാമോ ഈ കന്യാസ്ത്രീ പട്ടത്തിന്? അതിനിടെ എവിടെ വെച്ചും നിങ്ങൾ ഈ സിസ്റ്ററിനെ കാണാനിടയില്ല. മനസ്സിലായോ? മനസ്സിലായി. മഠത്തില് പ്രാർത്ഥനയ്ക്ക് സമയമായി ഫാദർ. സിസ്റ്റർ പൊയ്ക്കോളൂ. പോവാം. പോവാം ഫാദർ. ഒരു ഉപകാരം കൂടി. എന്താ? ഈ ഹെലികോപ്റ്റർ നന്നാക്കി തീരുന്നതുവരെ ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ മാത്രം പറയരുത്.
അമ്മച്ചി അപ്പച്ചൻ ഫാൻ കണ്ട് പേടിച്ചതാ. താനല്ല ഹെലികോപ്റ്ററിന്റെ പ്രേതം. എന്റെ കർത്താവ് വിദ്യാഭ്യാസം ഒന്ന് ഭേദമായത് അപ്പോഴും പണ്ടാരടക്കം ഹെലികോപ്റ്റർ കട്ടിയൊന്നും ഇവിടെ വന്നിറങ്ങിയത്. ഇക്കണക്കിന് പോയി അമ്മയെ ഞാൻ തന്നെ കൊല്ലും. വേണ്ട സിസിലി, അവരെ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവ് വിദ്യാനെ കൊണ്ട് കണക്കൊന്നും ചെയ്യിക്കണ്ടേ. ഈ ചായക്കണക്ക് പ്രേതം, ഹെലികോപ്റ്റർ. എന്റെ പൊന്നു മദർ തന്നെ ഇതിന് പ്രതിവിധി ഉണ്ടാക്കണം. എന്താ സിസിലി, എന്താ കാര്യം? നാട്ടില് മാനം മര്യാദക്ക് തുറിച്ചടിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ. അപ്പോഴാ ഹെലികോപ്റ്ററും കൊണ്ട് തുറിച്ചടിക്കാൻ അവന്മാര് വന്നിറങ്ങിയത്. പണി പോയതിന്റെ ആദ്യയിൽ എന്റെ ഇച്ചായന് അസുഖം വന്നത്. ഇവിടെ വന്ന അസുഖം ഒന്ന് ഭേദമായപ്പോ ദാ ഇവിടെ അവന്മാര് ഹെലികോപ്റ്റർ കൊണ്ട് ഇവിടുന്ന് പോകുന്നവരം വരെ അങ്ങനെ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെ മദർ, അവരിവിടുന്ന് എത്രയും വേഗം പറഞ്ഞു വിടുന്നത് തന്നെയാ നല്ലത്. സിസിലി ഒരു കാര്യം ചെയ്യും, ഫാദറിന്റെ അടുത്ത് ഇവിടം വരെ ഒന്ന് വരാൻ പറയും. ശരി. ഹലോ, ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേ നോക്കി. അറിയില്ലല്ലോ സാർ. ആ ഉണങ്ങിയതങ്ങ് കട്ട് ചെയ്ത് കളയും. അല്ല, മദർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ആ ഹെലികോപ്റ്ററുകാർ പോയോ? ഇല്ല. സന്ധ്യയായില്ലേ, അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. ഹെലികോപ്റ്റർ നന്നാക്കി തീരാതെ അവരിവിടെ നിന്ന് ഹെലികോപ്റ്റർ പണിയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നാളെ നമ്മുടെ മൗനധ്യാനം മുടക്കും. മാത്രമല്ല അവർ കുഴപ്പക്കാരാണെന്ന് സിൻഡ്രല്ല പറഞ്ഞു. സിസ്റ്ററിന് അവരോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? എന്തോ എനിക്ക് ആ ബോബിയുടെ പെരുമാറ്റം അത്ര പിടിക്കുന്നില്ല. ആർക്കും അവരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല. എന്തായാലും രാത്രി നമ്മുടെ മഠത്തിന്റെ കോമ്പൗണ്ടിൽ പരിചയമില്ലാത്തവരെ താമസിപ്പിക്കുന്നത് അത്ര ശരിയല്ല. ശരി മദർ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഒച്ചമ്പളമൊക്കെ നിർത്തിയേ. ഇവിടെ പല രോഗികളും ധ്യാനിക്കാൻ വരുന്നവരും താമസിക്കുന്ന സ്ഥലമാ. ഇവിടെ നിങ്ങളുടെ ഒച്ചമ്പളമൊന്നും ശരിയാവില്ല. അങ്ങനെ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഒരു പെട്രോമാക്സ് കിട്ടിയ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ പണി കഴിഞ്ഞ് പോയിക്കോളാം. അതൊട്ടും ശരിയാവില്ല. അന്യപുരുഷന്മാരെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാ. അപ്പോഴീ ധ്യാനിക്കാൻ വന്നവരിലും രോഗികളിലും പുരുഷന്മാരില്ലേ അച്ഛൻ? അപരിചിതരെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞേ. നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ വേറൊരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു സ്ഥലമോ? അതെ, 1.5 കോടി രൂപ വില വരുന്ന ഈ ഹെലികോപ്റ്റർ ഇതങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടെ ഇട്ടേച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതിനും വഴിയുണ്ട്. ഞാനൊരു ട്രാക്ടർ അറേഞ്ച് ചെയ്ത് തരാം. അത് കയറ്റി നിങ്ങളുടെ താമസത്തേക്ക് വെക്കോ. അവിടെ പോയി തട്ടോ മുട്ടോ എന്ത് വേണോ ചെയ്തോ. എവിടെയായി സ്ഥലം? വളരെ അടുത്താ. ദേ ആ പാലത്തിനക്കരെ. എങ്കിലും അതാ അച്ഛോ നല്ലത്. അപ്പാച്ചി ഒരു സൈഡിൽ നിന്ന് പൊളിച്ചടക്ക്. ഓക്കേ, താനിവർക്ക് ആ സ്ഥലം കാണിച്ചു കൊടുക്കും. നല്ല ഉഗ്രം ബംഗ്ലാവ്. ഇവിടെ ആള് താമസമുണ്ടോ? തൽക്കാലം ആരുമില്ല. 2 കൊല്ലം മുമ്പ് തഹസീൽദാരും കുടുംബം ഇവിടെ താമസിച്ചിരുന്നേ. അവര് പേടിച്ച് വീട് മാറിപ്പോയി. പേടിച്ചോ? പേടിച്ചെന്ന് പറഞ്ഞാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. തഹസീൽദാരുടെ ഭാര്യ എന്തോ കണ്ടെന്നോ പേടിച്ചെന്നോ, അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് പ്രേതബാധയൊന്നുമില്ല കേട്ടോ. അത് ശരി. അപ്പൊ ഞങ്ങളെ ഇവിടെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നാണല്ലേ? ചേ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. ഇനി അഥവാ പ്രേതം വന്നാലും ഒരു കുരിശെടുത്ത് ചുമ്മാ കാണിച്ചാ മതി. അതിപ്പോ ക്രിസ്ത്യൻ പ്രേതമാണെങ്കിലേ കുരിശിയാക്കത്തുള്ളൂ. ഹിന്ദു മുസ്ലിം പ്രേതമാണെങ്കിലോ? പേടിക്കണ്ട. ഇവിടെ ഉണ്ടെന്ന് പറയുന്ന പ്രേതമേ ക്രിസ്ത്യനാ, സായിപ്പാ, ആൻഡേഴ്സൺ സായിപ്പ്. നാട്ടുകാർ തല്ലിക്കൊന്ന അങ്ങനെ. അതെന്തിന്? അങ്ങനെയുടെ കൊള്ളരുതായ്മ സഹിക്കാൻ മേലാഞ്ഞിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ടൗണിൽ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് രാവിലെ ഇനി വരാം. കൊല്ലാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ പ്രേതം തന്നെ അന്വേഷിച്ച് ടൗണിലും വരും. സാറേ, അപ്പോ ഞാൻ വരട്ടെ. ഓരോ വയ്യാവേലികള്. ആ
മനുഷ്യനെ പേടിപ്പിച്ചിട്ട് എന്താമോ? താനെന്തിനാ എന്നെ തോണ്ടി വിളിച്ചത്? ഇവിടുത്തെ അടുക്കള എവിടാന്ന് അറിയാനാ. ഇവിടുത്തെ അടുക്കള എവിടെയാണെന്ന് അറിയാം. ഞാൻ പണ്ട് ഇവിടുത്തെ അടുക്കളക്കാരായിരുന്നു. ബ്ലഡി ഫുഡ്.